കുഞ്ഞൻ സഹാക്കളോടും മൂത്ത സഹാക്കളോടും ഒരുപോലെ ഒരു കാര്യം പറയാം. പോലീസിനോടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും എടുക്കുന്ന വേലയും കളികളും കോടതിയോട് എടുക്കരുത്. ഇന്നലെ മുതൽ കേരളത്തിൻ്റെ മനസാക്ഷിയുടെ വാതിൽക്കൽ മുട്ടുന്നൊരു ശബ്ദമുണ്ട്. അതൊരു പോലീസുകാരിയുടെയാണ്. ജമീല എന്ന് പറയുന്ന ഒരു ASI പിങ്ക് പോലീസിൽപ്പെട്ടതാ. അവർ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, മോനെ മാപ്പ് 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 പറയുക. എല്ലാറ്റിനും മാപ്പ് പറഞ്ഞു, രണ്ടാളോടും മാപ്പ് പറഞ്ഞു, ഇനി ആരോടെങ്കിലും മാപ്പ് പറയാനുണ്ടോ? പറഞ്ഞല്ലോ, കൃത്യനിർവഹണത്തിനിറങ്ങിയ ഒരു പോലീസ് ASI അവർക്ക് കൊയിലാണ്ടിയിൽ SFI മുട്ടാളന്മാരോട് പറയേണ്ടി വന്ന മാപ്പപേക്ഷയാണ് ഇവിടെ കേട്ടത്. കൊയിലാണ്ടിയിലെ ബസ് സ്റ്റാൻഡ്, അവിടെ ഈ കഞ്ചാവും മറ്റ് മയക്കുമരുന്നുകളൊക്കെ വ്യാപകമായ തോതിൽ വിൽക്കുന്നു എന്നൊരു പരാതി ഉണ്ടായിരുന്നു. നാട്ടുകാരങ്ങനെ പരാതി പറയുമ്പോൾ അത് അന്വേഷിക്കേണ്ട ആരുടെ ചുമതലയാ? അവിടെ പോയി നോക്കേണ്ടത് പോലീസല്ലയോ? അപ്പോൾ പോലീസ് അവിടെ ചെന്നു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടമോ അല്ലെങ്കിൽ വേണ്ടതല്ലാത്ത എന്തെങ്കിലും പ്രവർത്തികൾ നടക്കുന്നുണ്ടോ, അതൊക്കെ പോലീസിന് നോക്കാമല്ലോ. അതിനാണല്ലോ നമ്മൾ ശമ്പളം കൊടുത്തിവരെയൊക്കെ വെച്ചിരിക്കുന്നത്. അവരോട് ചെന്നു. അതിലൊരാളാണ് ജമീല, ASI ജമീല എന്നാൽ രാവിലെ നീതി നിർവഹണം നടത്തിക്കളയാമെന്ന് വിചാരിച്ച് സ്വന്തം നിലയ്ക്ക് ഇറങ്ങിയൊന്നുമല്ല. അവരുടെ സ്റ്റേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ചിലരെ സംശയാസ്പദമായ നിലയിലൊക്കെ കണ്ടു. അങ്ങനെയാണ് പോലീസ്. അങ്ങനെ കാണുന്നവരോടൊക്കെ ചോദിക്കും, എന്താ കാര്യം ഇവിടെ, എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്, നിങ്ങളവിടെ നിൽക്കേണ്ട, സ്ഥലം വിടണം എന്നൊക്കെ പറയും. ഇതൊക്കെ പോലീസ് നിയമത്തിലെ ഏത് വകുപ്പാണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ നാട്ടുനടപ്പതാ. സംശയം തോന്നിയാൽ പോലീസ് ഇടപെടും, ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ രണ്ടുപേരെ കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങളവിടെ നിൽക്കേണ്ട, സ്ഥലം വിട്. അപ്പോൾ അവർ കുറേ തർക്കത്തിന് ശേഷം ആദ്യം കുറച്ച് മുട്ടാപ്പോക്കൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ സ്ഥലം വിട്ടു. പക്ഷേ പിന്നെ അവരിതുവഴി ബസ് സ്റ്റാൻഡ് വഴി വളരെ സംശയാസ്പദമായ രീതിയിൽ ചുറ്റിക്കറങ്ങുന്നത് കണ്ടപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും ഇടപെട്ടു. അത് പിന്നെയും വാക്കുതർക്കമായി. ഉടനെ ഈ ചെറുപ്പക്കാർ അവരുടെ യജമാനന്മാരെ വിളിച്ചു. SFI നേതാക്കൾ, അവരാണല്ലോ രാജ്യത്ത് നീതി നടപ്പാക്കുന്നത്. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ് അവരെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടാണോ നടക്കുന്നതെന്ന് നോക്കാൻ ബസ് സ്റ്റാൻഡ് അവരെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് കൃത്യനിർവഹണത്തിൽ വളരെ ജാഗ്രതയുള്ള SFI നേതാക്കൾ അപ്പം തന്നെ പാഞ്ഞെത്തി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. പിന്നെ ASIയുമായിട്ട് മല്യുദ്ധമായി, വാക്തർക്കമായി. അവസാനം അവരെ ഒറ്റപ്പെടുത്തി. അവർക്ക് വേറെ വഴിയില്ല എന്ന് കണ്ടു. അപ്പോഴാണ് ഈ SFI മുട്ടാളന്മാരുടെ മുമ്പിൽ ഈ SI, പോലീസ് SI, ASI, നിയമനിർവഹണം ഉറപ്പാക്കേണ്ട ആള്, നാട്ടുകാർ മുഴുവൻ കേൾക്കുകയും കാണുകയും മാപ്പ് ചോദിക്കേണ്ടി വന്നത്. പക്ഷേ നമ്മുടെ ഈ സദാചാര പോലീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ചുമതലയുള്ള SFI നേതാക്കൾ, അവരിതങ്ങ് പിടിച്ചു, ഫോട്ടോ പിടിച്ചു ക്യാമറയിൽ, ഫോണിൽ, എന്നിട്ട് നാട് നീളെ പരത്തി. അവരുടെ സർക്കാരിൻ്റെ, അവരുടെ പോലീസിനെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ ഈ വീഡിയോ നാട് നീളെ പ്രചരിപ്പിച്ചു. കുറ്റകൃത്യത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലാനും അവിടെ നിരീക്ഷണം നടത്താനും വേണ്ടി വന്നാൽ അന്വേഷണം നടത്താനുമുള്ള അധികാരം ഉപയോഗിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇങ്ങനെ അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊരു നിസ്സാരമായ കാര്യമായി കാണേണ്ട. ഇത് കൊയിലാണ്ടിയിൽ നടന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ ASI ആണ് മാപ്പ് പറയേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രം ഇതിനെ നിസ്സാരമായി കാണരുത്. വളരെ ഗൗരവമായി പോലീസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ ജമീല അവിടെ പോയത്. അവർക്കാണ് ഈ അപമാനം ഉണ്ടായിരിക്കുന്നത്. ഇത് കേവലം ഒരു ASIക്ക്, ജമീലയ്ക്ക്, ഒരു സ്ത്രീക്കുണ്ടായ നാണക്കേടായിട്ടോ അപമാനമായിട്ടോ കരുതണ്ട. വഴുതക്കാട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന വലിയ യജമാനന്മാരുണ്ട്. ക്രമസമാധാനത്തിൻ്റെ ചുമതല ADGP, അതുപോലെ DGP, സാക്ഷാൽ പോലീസ് സേനയുടെ തലവൻ, ഇവർക്കെല്ലാം ഉണ്ടായ ഒരു അപമാനമാണിത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ കാക്കിയിടുമ്പോൾ, അല്ലെങ്കിൽ ഈ IPS എന്നോ KPS എന്നോ ഉള്ള ഒരു തോൾ മുദ്രയുണ്ട്, അതങ്ങോട്ട് അണിയുമ്പോൾ കേരള പോലീസിന് കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ളവർക്കുണ്ടാവേണ്ട ഒരു അഭിമാന ബോധമുണ്ട്. പണ്ട് ഈ തിരുവിതാംകൂറിലെ പോലീസുകാരെ പറ്റി പറയും, പപ്പരാവിൻ്റെ 4 ചക്രം വാങ്ങിക്കുന്ന ഈ പോലീസുകാരെന്ന്. അവർക്കതിൻ്റെ ഒരു പവർ ഉണ്ടായിരുന്നു. അത് കേരള പോലീസിനും ഉണ്ട്.
കാക്കിയിടുന്ന എല്ലാവർക്കും ഉണ്ട്. ആ ഒരു തോന്നൽ പോലീസിന് മുഴുവൻ ഉണ്ടാവണം. ജമീലയുടെ മാത്രം പ്രശ്നമായിട്ട് എടുക്കാതെ ഇത് കേരള പോലീസിനുണ്ടായ ഒരു അപമാനമാണ് എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നടപടിയെടുക്കുവാനും കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേരള പോലീസിനുണ്ടാകേണ്ട ആ അഭിമാന ബോധത്തിന് പകരം മാപ്പ് മാപ്പ് എന്ന രോദനം കേൾക്കുന്നത് ഇതൊട്ടും ഭൂഷണമല്ല പോലീസിന്. ഇത് ജമീലയുടെ മാത്രം കുറ്റമൊന്നുമല്ല കേട്ടോ, അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ കുറ്റമാണെന്ന് പോലും ഞാൻ കരുതുന്നില്ല. ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്. എസ്.എഫ്.ഐയുടെ സെക്രട്ടറി ആർഷോ മുതൽ താഴെ കോളേജ് യൂണിറ്റ് സെക്രട്ടറി വരെയുള്ളവർക്ക് ഭരണം നടത്താൻ അവകാശം കൊടുത്തതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാവുന്നത്. കേരളത്തിലെ ചില പ്രിൻസിപ്പൽമാരോട് എസ്.എഫ്.ഐ കാണിച്ചതിൻ്റെ ചരിത്രവും പുരാവൃത്തവും ഇവിടെ പറയുന്നില്ല. അവർക്ക് സംസ്ഥാനത്തെ പ്രഥമ പൗരനായ ഗവർണറുടെ കാറ് തെരുവിൽ നടുറോഡിൽ ആക്രമിക്കാൻ പോലും ധൈര്യം കൊടുത്തത് ഈ സിസ്റ്റമാണ്, ഈ സർക്കാരാണ്, പിണറായിയുടെ ഗവൺമെൻറ്റാണ്. ആ സിസ്റ്റത്തിൻ്റെ തകരാറാണ് നമ്മളെ ജമീലയിലൂടെ കാണുന്നത്. അല്ലെങ്കിൽ കൊയിലാണ്ടിയിൽ നടന്ന വേണമെങ്കിൽ നിസ്സാരമായി തള്ളിക്കളയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയാൻ പോകുന്ന ഈ പ്രശ്നത്തിലൂടെ കാണുന്നത്. തള്ളിക്കളയാൻ പോകുന്ന എന്ന് ഞാൻ പറഞ്ഞത് ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഈ എസ്.എഫ്.ഐ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ അവരുടെ പ്രവർത്തകർക്ക് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഇടപെട്ടേ ഉള്ളൂ എന്നും അവരോട് അപമര്യാദയായി പെരുമാറിയ, ഇൻവെർട്ടഡ് കോമയിലാണ് പറയുന്നത്, അപമര്യാദയായി പെരുമാറിയ ജമീലയാണ് കുറ്റവാളിയെന്നും അവസാനം കേരള പോലീസ് കണ്ടെത്തും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് CPM എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടായ ജീർണതയെ കൊണ്ട് പ്രശ്നമാണ്. ഉണ്ടായെന്ന് പറയുമ്പോൾ പണ്ടേ ഉള്ളതാണ്. അധികാരത്തിലെത്തിയാൽ പോലീസ് കോൺസ്റ്റബിൾ മുതൽ മുകളിലോട്ടുള്ളവരെ പാർട്ടിയുടെ കാര്യസാധ്യത്തിനായി ഉപയോഗിക്കുന്ന ഒരു മോശപ്പെട്ട പ്രവണത അതിപ്പോൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. കണ്ണൂർ കളക്ടർ ADMനെതിരെ വ്യാജമൊഴി കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു യാത്രയപ്യോഗത്തിൽ വന്നിരുന്നിട്ട് ഒരു ADMൻ്റെ ആത്മഹത്യയ്ക്ക് പ്രേരകമാകുന്ന തരത്തിൽ സംസാരിക്കുന്നത്. അതൊക്കെ ഈ പോലീസിനെയും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും ചൊൽപ്പടിയിൽ നിർത്താൻ പാർട്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ്സുകാർ ഒറ്റയ്ക്കു താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പാതിരാത്രിക്ക് ശേഷം വനിതാ പോലീസിൻ്റെ സാന്നിധ്യമില്ലാതെ പോലീസ് പാർട്ടി നേതാക്കൾ പറഞ്ഞതനുസരിച്ച് നിർദ്ദേശിച്ചതനുസരിച്ച് റെയ്ഡുകൾ നടത്തുന്നത്. മുൻപേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിൻപേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്നാണ് ഒരു കവിതയുള്ളത്. മഹിളാ കോൺഗ്രസ്സുകാർ താമസിക്കുന്ന മുറിയിൽ കയറി പാതിരാത്രിക്ക് റെയ്ഡ് നടത്താൻ നിർദ്ദേശം നൽകുന്ന നേതാക്കളുള്ള പാർട്ടിയുടെ കുട്ടി സഖാക്കൾ അല്ലെങ്കിൽ കുട്ടി നേതാക്കൾ ഇതുപോലെ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുസ്ഥലത്ത് വച്ച് പോലീസ് SI-മാരെ കൊണ്ടും CI-മാരെ കൊണ്ടും വേണ്ടി വന്ന SP-മാരെ കൊണ്ടും മാപ്പ് പറയിക്കും. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോടതിയിലുണ്ടല്ലോ ഈ കളി നടക്കത്തില്ല. ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നാലേ ഞാൻ പാർട്ടിയാണ്, ബ്രാഞ്ച് കമ്മിറ്റിയാണ്, LC ആണ്, AC ആണെന്നൊക്കെ പറഞ്ഞ് ചെന്നാൽ, ഞാൻ SFIയുടെ മറ്റേതാണ് മറിച്ചേതാണെന്നൊക്കെ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അഴിയെണ്ണേണ്ടി വരും. അതാണ് ഈ കായംകുളത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ഒരു മുൻ LC അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, കാപ്പ കേസിലൊക്കെ പ്രതിയായിരുന്നു, മുഴുത്ത സഖാവ. പക്ഷേ അദ്ദേഹത്തിന് ഒരു കേസിൽ ജാമ്യം കിട്ടാൻ വേണ്ടി ഒരു വ്യാജ രസീത്, ആരുടെയോ ഭൂമിക്ക് കരമുടിക്കുന്നത് തൻ്റെ ഭൂമിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറി വനിതയാണ്, ഈ കട്ട സഹാത്തിയാണ്, ഈ കാപ്പ കേസിലൊക്കെ പ്രതിയായ സഖാവിന് ജാമ്യം കിട്ടണമല്ലോ, അതിനാണ് ഈ വ്യാജ രസീത് കൊടുത്തത്, കരമടച്ചതിൻ്റെ രസീത്. അവസാനം കള്ളി വെളിച്ചത്തായി, കോടതി കയ്യോടെ പിടിച്ചു, ജാമ്യം റദ്ദാക്കി. ഇപ്പോൾ ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം പോയിരിക്കുക. അതാ പറഞ്ഞത്, പോലീസല്ല കോടതി, കോടതിയാണ്. ഈ കായംകുളത്തെ സഖാക്കൾ വിചാരിച്ചത് കായംകുളത്ത് തന്നെ ഒരു കോളേജിൽ MCOMന് അഡ്മിഷൻ കിട്ടാൻ ഒരു SFI നേതാവ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടാക്കി BCom പാസ്സായതായിട്ട് അങ്ങനെ അഡ്മിഷൻ വാങ്ങിച്ചു. അട്ടപ്പാടിയിലും കാസർഗോഡും കോളേജിൽ ജോലി കിട്ടാൻ
മറ്റൊരു SFI നേതാവ് വ്യാജരേഖ അങ്ങ് ചമച്ചു, അത് പിടിച്ചു. ഇതുപോലെ ഈ വ്യാജ രസീത് കൊടുത്ത് ജാമ്യം നേടിയിട്ട് നാട്ടിലിറങ്ങി വിലസാമെന്ന് വിചാരിച്ചതാ. പക്ഷെ കോടതി സമ്മതിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പോലീസിനെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് കോടതിയെ കൈകാര്യം ചെയ്യാൻ ചെല്ലരുത്. ചെന്ന വിവരം അറിയും, അകത്തു പോകും, അഴിയെണ്ണും. ഇതൊക്കെ താഴെത്തട്ടിൽ നടക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രതിഫലിപ്പിക്കുന്നത് ഈ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ സ്വഭാവമാണ്, അവരുടെ സംസ്കാരമാണ്. ഈ LDF എന്ന് പറയുന്ന മുന്നണി, അതിലെത്ര ഘടകകക്ഷികളുണ്ട് ഒന്ന് പുറത്ത് പറയാമോ? CPM, CPI, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP, കേരള കോൺഗ്രസിൻ്റെ ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പ്, അതുപോലെ തന്നെ കോൺഗ്രസ് എസ്, ഇതൊന്നും കൂടാതെ കോവൂർ കുഞ്ഞുമോൻ്റെ ഒരു RSP, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ INL, ജനാധിപത്യ കേരള കോൺഗ്രസ്, ഇതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന പേരുകൾ. മറ്റൊരു പാർട്ടി കൂടെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേരെന്താ? ഒരു ജനതാ പരിവാറിൽപ്പെട്ട ഒരു പാർട്ടി, അതിൻ്റെ പേരെന്താ? അതിന് പേരില്ല, അതിന് കൊടിയില്ല. ഒരു മന്ത്രിയുള്ള പാർട്ടിയാ, MLA ഉള്ള പാർട്ടിയാ. അതിന് ജനതാദൾ എസ് എന്നൊരു പേരുണ്ടായിരുന്നു, ആ പാർട്ടിയിലായിരുന്നു. അത് ദേവഗൗഡയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയായിരുന്നു. മൂപ്പരെന്തെടുത്തു? അവസാനം കർണാടകയിലെ രാഷ്ട്രീയം നോക്കിയപ്പോൾ BJPയുടെ കൂടെ നിന്നിട്ടേ കാര്യമുള്ളൂ. ഒറ്റയ്ക്ക് നിന്നാൽ തീർന്നു പോകും, പാർട്ടി തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ BJPയുടെ മുന്നണിയിൽ ചേർന്നു. ജനതാദൾ എസ് BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് മാറി. അപ്പോൾ പിന്നെ കേരളത്തിലെ ജനതാദളുകാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? BJPയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? പിണറായി വിജയനും ഗോവിന്ദനും സമ്മതിക്കുമോ? CPM, CPI ഒക്കെ അനുവദിക്കുമോ? അടിച്ച് പുറത്താക്കും. അതുകൊണ്ട് അവർ സ്വതന്ത്ര നിലപാടെന്ന് പറയുക. അപ്പോൾ സ്വതന്ത്ര നിലപാടെടുക്കുന്ന ഒരു പാർട്ടി എന്താ ചെയ്യേണ്ടത്? ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കണം. അതിന് ധൈര്യമില്ല. ജനതാദൾ എസ് എന്നും പറഞ്ഞു തന്നാൽ പിണറായിയും കൂട്ടരും അടിച്ച് പുറത്താക്കും. ഇനി വേറൊരു പാർട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നിലവിലെ കൂറുമാറ്റ നിയമമനുസരിച്ച് കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ മന്ത്രിസ്ഥാനവും പോകും, മാത്യു ടി തോമസിൻ്റെ MLA പദവിയും നഷ്ടപ്പെടും. അതാണ് ഇന്നത്തെ സിസ്റ്റം. ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്നത് ഊരും പേരും പോലും ഇല്ലാത്ത പാർട്ടികളടങ്ങുന്ന ഒരു മുന്നണിയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന CPM അതിൻ്റെ താഴെ ഘടകങ്ങൾക്ക് അധികാരമെടുത്ത് കൈകാര്യം ചെയ്യാനായിട്ട് അനുമതി നൽകിയിരിക്കുക. അതുകൊണ്ടാണ് ഈ കേരള യാത്ര നടന്നപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ DYFIക്കാരും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷക സേനയിൽപ്പെട്ടവരും അതിക്രൂരമായിട്ട് മർദ്ദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? രക്ഷാപ്രവർത്തനമാണെന്ന്. ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ടാണ് കൊയിലാണ്ടിയിലെ SFI പ്രവർത്തകർ ഒരു ASIയെ കൊണ്ട് മാപ്പ് പറയിക്കുന്നത് പരസ്യമായിട്ട്. നേതൃത്വം മുന്നണി ശക്തമല്ലെങ്കിൽ, അതിൻ്റെ അലകും പിടിയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ അണികൾ അവരുടെ തോന്നിയവാസം പ്രവർത്തിക്കും.